ഹൃദയരാഗം ഭാഗം 5. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇഷ്ടം തിരസ്കരിക്കുമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും പ്രതീക്ഷയില്ലാത്ത ഒരു പ്രതീക്ഷ എവിടെയോ നിലനിന്നിരുന്നു. പ്രിയപ്പെട്ട ഒരുവനിൽ നിന്നും ലഭിച്ച ഈ അവഗണനയുടെ കയ്പ് നീർ അവളെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. നിശബ്ദത നിറഞ്ഞ നിശയുടെ തമസിൽ അവൾക്ക് വേണ്ടി മാത്രമായി അകലെ ഏതോ ഒരു രാപ്പാടി പാടി. ഉറക്കം വരാതെ അവൾ ജനാല മെല്ലെ തുറന്ന് വിദൂരതയിലേക്ക് കണ്ണു നട്ടു. രാത്രി അതിൻ്റെ കരിമ്പടം പുതച്ച് നിൽക്കുകയാണ്. ആകാശത്ത് പേരിന് പോലും ഒരു നക്ഷത്രമില്ല. പാരിജാതം പൂത്തുവിടർന്ന് സുഗന്ധം പരത്തുന്നുണ്ട്. ചന്ദ്രന് വേണ്ടി മാത്രം പോകുന്ന പാരിജാതം. ചന്ദ്രൻ അവളോട് പ്രണയമുണ്ടോ എന്നത് അവളുടെ ചിന്തകളിൽ പോലുമില്ല. പക്ഷെ അവൾ പൂത്തുവിടർന്ന് സുഗന്ധം പരത്തുന്നു അവളുടെ തിങ്കൾ കാമുകന് വേണ്ടി. അതുപോലെ തന്നെയല്ലേ തൻ്റെ പ്രണയവും. അവന് തന്നെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നിലെ പ്രണയം പൂത്തതും സുഗന്ധം പരത്തിയതും അവന് വേണ്ടിയായിരുന്നില്ലേ? ഒരു കുഞ്ഞു പൂവിനെ വസന്തം ഉമ്മ വയ്ക്കുന്നത് പോലെ തൻ്റെ പ്രണയം താൻ എത്രയോ നാളായി അവനിൽ നിക്ഷേപിച്ച് കഴിഞ്ഞു. തൻ്റെ പ്രണയം ആ ഒരുവനിൽ മാത്രം നിക്ഷിപ്തമാണ്. അവൻ അറിഞ്ഞാലും ഇനി അറിഞ്ഞില്ലെങ്കിലും പറഞ്ഞു എന്നൊരു സമാധാനമെങ്കിലും തനിക്കുണ്ടല്ലോ. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ഇഷ്ടത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അവന് സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. തീവ്രമായ പ്രണയം തീവ്രമായ ഭ്രാന്തിന് തുല്യം തന്നെയാണ്. അവനെന്ന ഭ്രാന്തിൽ അടിമപ്പെട്ടു പോയ ആളാണ് താൻ. ചിന്തകൾക്ക് വിരാമം വിട്ട് എപ്പോഴും ജനലരികിലുള്ള ഡെസ്കിൽ തലവെച്ച് അവൾ ഉറങ്ങി. രാവിലെ ഉദയസൂര്യൻ്റെ കിരണങ്ങളാണ് അവളെ തഴുകി ഉണർത്തിയത്. കാലത്തെഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്ന് അമ്മയോടൊപ്പം എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുറ്റം തൂക്കാൻ ചൂലുമെടുത്ത് വാരി അയച്ചത്. മുറ്റമടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അപ്പുറത്തെ വിഷ്ണുചേട്ടൻ്റെ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മുഖം പെട്ടെന്ന് കണ്ടത്. ഒരു നിമിഷം സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി നോക്കി. ആള് തന്നെ. കാവ്യമുണ്ടും ഷർട്ടുമാണ് വേഷം. വിഷ്ണുചേട്ടനോട് എന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നാളെയാണ് വിഷ്ണുചേട്ടൻ്റെ വിവാഹത്തിൻ്റെ സൽക്കാരം. വിഷ്ണുചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് വിവാഹമായി കാര്യമായി ഒന്നും നടന്നില്ല. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി അവിടെ സൽക്കാരം തൽക്കാലം വെച്ചിട്ടുണ്ട്. വിഷ്ണുചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ് ആൾ തന്നെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പായതോടെ പെട്ടെന്നകത്തേക്കോടി. പല്ല് തേച്ചിട്ടില്ല എങ്കിൽ പോലും മുഖം ഒന്ന് കഴുകി അല്പം ക്രീമൊക്കെ ഇട്ട് നന്നായി ഒന്ന് കണ്ണെഴുതി മുടിയും വൃത്തിക്ക് ചീക്കി ഒതുക്കി. ആൾക്ക് കാണാൻ പാകത്തിന് ചൂലുമായി മുറ്റത്ത് വന്ന് തൂക്കാൻ തുടങ്ങി. എന്തോ പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് ആൾ തൻ്റെ മുഖത്തേക്ക് നോക്കിയത്. തന്നെ കണ്ടുവെന്ന് ഉറപ്പായതോടെ ആ മുഖത്തും ഒരു ഭാവമാറ്റം ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ താൻ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചതാവാമെന്ന് തോന്നിയിരുന്നു. തന്നെ കണ്ടതും ആള് വെട്ടിത്തിരിച്ചു മുഖം മാറ്റി. ഒരു നിമിഷം നിരാശ തോന്നിയെങ്കിലും കുറച്ചു സമയം കൂടി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. താൻ പോകുന്നില്ലത് മനസ്സിലാക്കിയതുകൊണ്ടാകാം ആളകത്തേക്ക് വലിഞ്ഞു. നീ എന്താടി പെണ്ണെ മണ്ണ് തൂത്ത് കളയുന്നത്? പുറകിൽ അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ബോധം വന്നത്. എന്താ? നീ ഇതാ മണ്ണ് തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെ കൊണ്ടൊരു പണിയെടുപ്പിക്കാൻ കൊള്ളാം. വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ്. ആ ബോധം വലതും നിനക്കുണ്ടോ? മറുപടി ഒന്നും പറയാതെ പെട്ടെന്നകത്തേക്ക് താനും വലിഞ്ഞു. പോകുന്ന പോക്കിലൊന്ന് ഏന്തി വലിഞ്ഞ് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കാൻ മറന്നില്ല. എവിടെ? ആളിൻ്റെ പൊടി പോലും കാണാനില്ല. തന്നെ കണ്ട് മുങ്ങിയതാണെന്ന് മനസ്സിലായി. ഒരു നിരാശ വന്നെങ്കിലും രാവിലെ ഇത്രയും സന്തോഷമേ ഉള്ളൂ. ഒരു കാഴ്ച മനസ്സിന് വേറെയില്ല എന്നത് സത്യം തന്നെയാണ്. ആ ടാർപ്പ ശരിക്കങ്ങോട്ട് വലിച്ചു കെട്ടിടാ. ആനന്ദു എവിടെ? കിരണിന്റെ ചോദ്യം കേട്ടുകൊണ്ടാണ് ആനന്ദു അകത്തു നിന്നും ഇറങ്ങി വന്നത്. തമ്പുരാൻ എന്താ അകത്ത് കയറി മണവാട്ടി പോലെ നിൽക്കുന്നത്? ഇന്നലത്തെ കെട്ടിറങ്ങിയില്ലേ? കിരൺ ചോദിച്ചു. അതൊന്നുമല്ല, അപ്പുറത്തെ ആ പെങ്കൊച്ചു പോട്ടെ നോർത്തു. അതേ ഇത് കൊച്ച്? കിരൺ അത്ഭുതം മൂറി. ആ വീട്ടിലെ കൊച്ച്. വീട് കാണിച്ച് കിരണിനോട് മാത്രമായി പറഞ്ഞു. ആ കൊച്ചു നീയും തമ്മിലെന്താ ബന്ധം? സത്യം പറയണം, ആത്മാർത്ഥ സുഹൃത്തായ എന്നോട് പോലും നീ എന്താ മറച്ചു വെച്ചത്? സത്യം പറയടാ പട്ടി. ആ പെണ്ണിനെ കാണാതെ നീ എന്തിനാ വിളിക്കുന്നേ? പോടാ തെണ്ടി. അവളാണ് ഫോൺ വിളിച്ചത്. ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു. രാത്രിയിലോ? കിരൺ ഞെട്ടി ചോദിച്ചു. ആ. എന്നിട്ട് എന്തു പറഞ്ഞു? ആ, പ്രേമമാണ്, കുറെ കൊല്ലമായി തുടങ്ങിയിട്ടെന്നൊക്കെ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാൻ? വെച്ചിട്ട് പോകാൻ പറഞ്ഞ ആ പിശാചിന് മനസ്സിലാവണ്ടേ? രാത്രിയിൽ അവൾ വിളിച്ചിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞത്? കിരണിന് അവനെ ആകെ ഒഴിഞ്ഞു ചോദിച്ചു.
പിന്നെ ഇന്നലെ അടിച്ച് കോൺ തെറ്റി ഉടുതുണി പോലും കളഞ്ഞു കിടക്കുന്ന നിന്നോട് ഞാൻ പറയണം. അവള് ഫോൺ വിളിച്ച കാര്യം. ഞാൻ ഉറക്കം വന്നിട്ട് പ്രാന്തെടുത്ത് നിൽക്കുകയായിരുന്നു. കുഞ്ഞി പോടാ. ഇത് നല്ല ഒരു പെങ്കൊച്ചാണല്ലോ. അതിന് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്ത് സ്വഭാവം? അവൾ എന്നോട് മോശമായൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഇവിടെയും നിന്ന് പലപ്പോഴും എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് ഓക്കെ പറയായിരുന്നില്ലേ? നല്ലൊരു പുളിങ്കൊമ്പാണ്. അയാളുടെ കൈ പൂത്ത കാശുണ്ടടാ. ഒന്ന് പോടാ. ഇവളുമാർക്കൊക്കെ ഒരു പ്രായത്തിൽ ഒരു രസത്തിന് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ടു നടക്കണം. അതിനേതെങ്കിലും ഒരു കോന്തനെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരു കോന്തനാകാൻ തൽക്കാലം ഞാനില്ല. ഒന്ന് പറ്റിയതിൻ്റെ കേട് ഇതുവരെ മാറിയിട്ടില്ല. അതിന് എല്ലാവരും നിന്റെ മറ്റോളെ പോലെ ആവുമോ? എല്ലാം ഏകദേശം ഒരുപോലാണ്. പ്രത്യേകിച്ച് അവളെ എനിക്ക് നല്ല പേടിയുണ്ട്. അതെന്താ? ഇവൾ അവളുടെ ബന്ധുവല്ലേ? അവളുടെ ബന്ധു. എടാ, ഇവളുടെ അപ്പനാണ് അവളുടെ അമ്മാവൻ. ഓ, ഹരിതയുടെ അമ്മാവൻ. അതാ ഞാൻ പറഞ്ഞത്. ആ പിശാചിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ ഇനിയും പ്രേമിക്കണം അല്ലേ? നിനക്കിപ്പോൾ ഞാൻ സമാധാനത്തോടെ നടക്കുന്നത് കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. എടാ 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 ബോധമില്ലാത്തവനെ, നിന്നോട് ഞാൻ ഇതല്ലേ പറഞ്ഞത് ഇന്നലെ മലയാളത്തിൽ. അവൾ പോയ അവളുടെ അനിയത്തിയെന്ന്. നീ പോയി വേറെ വല്ല പണി നോക്കണം നാറി. എടാ, ഇനി നിനക്ക് അവളോട് പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മാർഗം വേറെയില്ല. അവൾ നിന്നെ തേച്ചു. അവളുടെ കുടുംബത്തിന് തന്നെ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടി. അവൾക്ക് 3-4 പിള്ളേരെയും കൊടുത്ത് മറ്റവളെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒന്ന് പോയടാ. കിരണിനെ പിടിച്ചു നീക്കി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ വ്യാപൃതനായി തുടങ്ങിയിരുന്നു അനന്തു. പിന്നീട് പലവട്ടം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ദിവ്യ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാം ഒന്ന് ചുമച്ച് കിരൺ അവനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അവസാനം മുണ്ടുമടക്കി കുത്തി അനന്തു അവന്റെ അരികിലെത്തി. എന്താടാ പട്ടി? അനന്തു വന്ന് കുത്തിന് പിടിച്ചപ്പോഴേക്കും ആ സ്വഭാവം അങ്ങ് നിന്നു. പിറ്റേന്ന് വൈകിട്ടായിരുന്നു വിഷ്ണുവിന്റെ വീട്ടിലെ പാർട്ടി. ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ ദിവ്യയും പോയിട്ടുണ്ടായിരുന്നു. നന്നായി ഒരുങ്ങി തന്നെയാണ് അവൾ പരിപാടിക്ക് ഇറങ്ങിയത്. മഞ്ഞ പട്ടുപാവാടയ്ക്ക് ചേർന്ന മെറൂൺ നിറത്തിലുള്ള ധാവണിയായിരുന്നു തിരഞ്ഞെടുത്തത്. അതിമനോഹരമായി തന്നെ ഒരുങ്ങിയിരുന്നു. മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി. അവിടെ എത്തിയ നിമിഷം മുതൽ തിരഞ്ഞതൊരു മുഖം മാത്രം. അവസാനം ആ ഒരുവനിൽ തന്നെ കണ്ണുടക്കിയപ്പോൾ നിർനിമേഷയായി നോക്കി നിന്നു പോയിരുന്നു ദിവ്യ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ.